എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കട്ടെ. കുരുടരുടെ കടന്നു വരുന്നവര് അവർ കാഴ്ച പ്രാപിക്കട്ടെ. പാപത്തിന്റെ അധീനതയിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ആരും ചിന്തിക്കരുത്, ഞങ്ങളിങ്ങനെ മുണ്ടക്കയത്തിനടുത്ത് ഒരു പർവ്വത പ്രദേശത്ത് കാടുകൾ നിറഞ്ഞ സ്ഥലത്ത് ഒരു സാധാരണക്കാരാണ്, അതുകൊണ്ട് ഇവിടെ വലിയ കാര്യമൊന്നും നടക്കത്തില്ലെന്നൊന്നും ചിന്തിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയത് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവത്താൽ സകലവും സത്യം. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പറഞ്ഞേ വലിയത്. ഒന്നും ചേർന്ന് പറഞ്ഞേ വലിയത്. എന്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. ഹല്ലേലൂയ. നാം വിശ്വസിച്ചാൽ നമുക്ക് അസാധ്യമായത് ഒന്നുമില്ല. എനിക്കറിയാം, ഒത്തിരി സമയം ഹൃദയം നിറഞ്ഞു കരുതുന്നു, ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ക്വിക്ലി. ഇവിടെ ദാവീദ് ശലോമോൻ ആ ദേവാലയം പണിതു. അതിനുശേഷം അത് സമർപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച് അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ ഒടുവിൽ സംഭവിച്ച എന്താണ്? ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ഇറങ്ങി ദൈവത്തിന്റെ തേജസ്. ആദിമ നൂറ്റാണ്ടിൽ ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അഗ്നിനാവ് പോലെ പ്രത്യക്ഷപ്പെട്ട നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അവർ സാധാരണക്കാർ, മീൻപിടുത്തക്കാർ, വെറും സാധാരണ മനുഷ്യരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ യേശുവിന് വേണ്ടി സാക്ഷികളായി തീരുവാൻ ഇടയായിത്തീർന്നു. എന്ത് യേശുവിന്റെ സാന്നിധ്യം, എന്ത് യേശുവിന്റെ ശക്തി, എന്ത് യേശുവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, ഒരു വലിയ പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിങ്ങളെ തീക്കടലിലാക്കി മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. 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 ഇത് വലിയ സാമർഥ്യമുള്ള ആളുകളുടെ പരിപാടിയൊന്നുമല്ല. ഇത് ഹൃദയശുദ്ധിയുള്ള, നിർമ്മല ഹൃദയമുള്ള പാവപ്പെട്ടവരെ കൊണ്ട് കർത്താവ് ജീവിക്കുവാൻ. എനിക്ക് അവിടെ മഹാരാഷ്ട്രയിൽ എൻ്റെ അവിടെ ഒരു പാസ്റ്ററുണ്ട്. വലിയ പഠിപ്പൊന്നുമില്ല, 5ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ ഒരു പോരാളിയാണ്. ഇന്ന് ആ സഭയിൽ 1000-ലധികം മെമ്പേഴ്സ് ഉണ്ട്. 1000-ലധികം മെമ്പേഴ്സ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എന്റെ ദൈവമേ, ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഇതുപോലെ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് അങ്ങനെ ഒന്ന് സംസാരിക്കുവാൻ ഇടയായാൽ എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. നമ്മളൊന്നും സാധാരണക്കാരല്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ അസാധാരണ വ്യക്തികളാണ്. യേശു നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവിന്റെ സാന്നിധ്യം എന്നിലും നിങ്ങളിലും ഉള്ളപ്പോൾ നാം ഒരു അസാധാരണ വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ 35 വർഷത്തിലധികം വടക്കേന്ത്യയായിരുന്നു എന്റെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സാധാരണക്കാരായ മനുഷ്യർ അടുത്ത് ചെന്നാൽ ഒരുപക്ഷെ നാറുന്ന ക്ലോത്ത് ഇട്ടിരിക്കുന്നവരായിരിക്കും. 1 മാസം 2 മാസമൊക്കെ ഉപയോഗിച്ച ക്ലോത്ത് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവരോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയാണ് യേശുവിന്റെ സ്നേഹം വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന സമയങ്ങളാണ് അതൊക്കെ. അവരെ കാണുമ്പോൾ, അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? നമ്മൾ യേശു നമ്മുടെ ഉള്ളിൽ വന്നാലുണ്ടല്ലോ, നമുക്ക് പിന്നെ വർണ്ണ വിവേചനമില്ല. നമുക്ക് മറ്റു വിധത്തിൽ ഒരു വിവേചനവും വരാൻ ഒക്കത്തില്ല. എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്ന പോലെ യേശു, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു യേശു. അതാണ് എന്റെ യേശുവിന്റെ പ്രത്യേകത. ഈ ദിവസങ്ങളില് നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ചുറ്റുപാടുകളില് യേശുവിനെ ഒന്ന് പ്രതിബിംബിക്കുന്നവരായി തീരാം. സ്നേഹം കൊടുക്കാം, ഒന്നും പറയണ്ട, സ്നേഹം കൊടുത്താൽ മാത്രം മതി. യേശു സ്നേഹിച്ചതുപോലെ നാം ഭാവികളായിരുന്നില്ലേ? നമ്മെ യേശു സ്നേഹിച്ചില്ലേ? നമുക്ക് വേണ്ടി ജീവൻ തന്നില്ലേ? നമുക്ക് വേണ്ടി തന്നെത്താൻ കാൽവരിയിൽ യാഗമായി തീർന്നില്ലേ? അങ്ങനെ
അങ്ങനെയെങ്കിൽ അതേ യേശു അവർക്ക് വേണ്ടിയും യാഗമായി തീർന്ന യേശു അവർക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്നു, പരമാർത്ഥമായി വിശ്വസിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ശേഷം അനധി വിദൂര ഭാവിയിൽ നിങ്ങൾ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. അത് വിശ്വസിക്കാമോ? അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഈ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം.